എറണാകുളം നോർത്തിലെ ഒരു ലോഡ്ജിൽ നിന്ന് 880 ഗ്രാം കഞ്ചാവുമായി ഇടുക്കി നെടുങ്കണ്ടം സ്വദേശിയായ യുവതിയെയും ചങ്ങനാശ്ശേരി സ്വദേശിയായ യുവാവിനെയും എക്സൈസ് പിടികൂടിയിരുന്നു. ഇരുവരും 2 മാസമായി ലോഡ്ജിൽ താമസിച്ചു വരികയായിരുന്നു. 23 വയസ്സുകാരിയായ യുവതിയും കഷ്ടിച്ച് 21 വയസ്സ് മാത്രം പ്രായമുള്ള യുവാവും ഇവിടെ ലിവിംഗ് ടുഗദറാണ്. യുവതിയെ ചോദ്യം ചെയ്തപ്പോൾ ഞെട്ടിപ്പിക്കുന്ന സത്യങ്ങളാണ് പുറത്തു വന്നത്. വീട്ടുകാർ ബംഗളൂരുവിൽ നഴ്സിംഗ് കോഴ്സിന് ചേർത്ത യുവതിയാണ് കൊച്ചിയിൽ കാമുകനൊപ്പം കഞ്ചാവ് വിറ്റ് ജീവിക്കുന്നത്. കൂലിപ്പണിക്കാരിയായ അമ്മ കഷ്ടപ്പെട്ട് സ്വരൂപിച്ച് 87,000 രൂപയ്ക്കാണ് നഴ്സിംഗ് സീറ്റ് തരപ്പെടുത്തിയത്. ഇതിനിടെയാണ് മുൻ പരിചയക്കാരനായ ചങ്ങനാശ്ശേരിക്കാരൻ യുവാവുമൊത്ത് കൊച്ചിയിൽ അടിച്ചുപൊളിച്ച് ജീവിക്കാൻ യുവതി തീരുമാനിച്ചത്. എറണാകുളത്ത് ഓയിൽ ആൻഡ് ഗ്യാസ് കോഴ്സിന് പഠിക്കുന്ന യുവാവിന്റെ ബാങ്ക് അക്കൗണ്ട് പരിശോധിച്ചപ്പോൾ എക്സൈസ് ഉദ്യോഗസ്ഥരുടെ കണ്ണ് തള്ളിപ്പോയി. ഈ യുവാവിന്റെ അക്കൗണ്ടിൽ 1 വർഷത്തിനിടെ 3 ലക്ഷം രൂപയുടെ നിക്ഷേപമാണ് നടന്നിരിക്കുന്നത്. ലോഡ്ജിന്റെ സമീപത്ത് പാർക്ക് ചെയ്തിരിക്കുന്ന യുവാവിന്റെ നീല സെൻ കാറും എല്ലാം കഞ്ചാവ് വിറ്റ് കിട്ടിയതാണ്. യുവാവിന്റെ അച്ഛൻ ഓട്ടോ ഡ്രൈവറും അമ്മ കൂലിപ്പണിക്കാരിയുമാണ്. ഭക്ഷണം ഓൺലൈനിൽ നിന്ന് വരുത്തും. ഇരുവർക്കും പുതിയ വസ്ത്രങ്ങൾ, കാറിൽ യാത്ര. ഇടത്തരം ലോഡ്ജിലാണെങ്കിലും ജീവിതമൊക്കെ അടിപൊളിയാണ്. ആസാമിലെ ഒരു ഏജന്റ് വഴിയാണ് കഞ്ചാവ് വാങ്ങുന്നത്. പുല്ലേപ്പടി പാലത്തിന് സമീപം വെച്ച് അസാം സ്വദേശി ഏർപ്പാടാക്കിയ അന്യ സംസ്ഥാനക്കാരന് പണം നൽകണം. മറ്റൊരാൾ കഞ്ചാവ് കൈമാറും. പിടിക്കപ്പെട്ടാൽ സ്റ്റേഷൻ ജാമ്യം കിട്ടാൻ 1 കിലോയ്ക്ക് താഴെ കഞ്ചാവ് മാത്രമേ വാങ്ങാറുള്ളൂ. എല്ലാം നിയന്ത്രിക്കുന്ന അസാംകാരനെ പിടികൂടാൻ എക്സൈസ് ശ്രമം തുടങ്ങിയിട്ടുണ്ട്. 2 മാസമായി യുവാവും യുവതിയും എന്താണ് ചെയ്യുന്നതെന്ന് ലോഡ്ജുകാർ തിരക്കുകയേയില്ല. ദിവസം 800 രൂപ വീതം, മാസം 25,000 രൂപയാകും ലോഡ്ജിന്റെ വാടക. കൊച്ചിയിലെ പല ലോഡ്ജുകളിലും അപ്പാർട്ട്മെന്റുകളിലും സ്ഥിതി ഇതാണെന്നാണ് എക്സൈസും പോലീസും പറയുന്നത്. ആർക്ക് വേണമെങ്കിലും ഒരു മുറി കിട്ടും, പിന്നെ എന്തുമാകാം. ഓൺലൈൻ ഭക്ഷണ വിതരണം, ടാക്സി ഡ്രൈവർ എന്നിങ്ങനെ പറഞ്ഞാണ് മുറി വാടകയ്ക്ക് എടുക്കുന്നതെന്നും എല്ലാവരെയും നിരീക്ഷിക്കാൻ സാധിക്കില്ലെന്നുമാണ് ലോഡ്ജുകാരുടെ മറുപടി.